എയർഫോഴ്സ് ഗ്രൂപ്പ് ബൈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സെല്ലിംഗ് പ്രൈസിൻ്റെ ടോപ്പിക്കിൽ നിന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹480 എ പേഴ്സൺ ലോസ് 20%. ഫോർ വാട്ട് ഷുഡ് ഹി സെൽ ഇറ്റ് ടു മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 20%. ഒരു ആർട്ടിക്കിൾ ഒരാൾ 450 രൂപയ്ക്ക് വിറ്റു, അത് 20% നഷ്ടത്തിലാണ്. അങ്ങനെയാണെങ്കിൽ 20% പ്രോഫിറ്റിൽ വിൽക്കാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 450 രൂപയ്ക്ക് വിറ്റു, അപ്പോൾ 450 രൂപ അയാൾക്ക് എന്താണ് 20% നഷ്ടമാണ്. അയാൾക്ക് 20% ലാഭം ഉണ്ടാക്കാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 480 പറയുമ്പോൾ എന്താണ്, അത് സെല്ലിംഗ് പ്രൈസാണ്, അയാൾ വിറ്റ പ്രൈസാണ്. അപ്പോൾ SP എന്ന് എഴുതാം. ഞാൻ സെല്ലിംഗ് പ്രൈസിന് SP എന്ന് എഴുതാം. SP = ₹480. ഇതെന്ത് തന്നെയാണ്, കോസ്റ്റ് പ്രൈസിൻ്റെ 80% ആണ് എന്ത് ഇത്. അപ്പോഴല്ലേ 20% നഷ്ടം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇത് 20% ലാഭമാണെങ്കിൽ എന്താവും, ഇവിടെ 80 മാറി 120 ആവും. കോസ്റ്റ് പ്രൈസിൻ്റെ 120% പറയും. കോസ്റ്റ് പ്രൈസ് പറയുമ്പോൾ ശരിക്കത്തെ പ്രൈസിൻ്റെ 120% അല്ല, ശരിക്കത്തെ പ്രൈസിൻ്റെ 80% ഈ സെല്ലിംഗ് പ്രൈസ്, അഥവാ ഈ 450 രൂപ. അപ്പോൾ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ കാണുമ്പോഴും നമ്മൾ കോസ്റ്റ് പ്രൈസായിട്ട് ബന്ധപ്പെട്ടിട്ട് എഴുതേണ്ടി വരും. അപ്പോഴേ നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളുടെ മുന്നോട്ട് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവിടെ 20% നഷ്ടമാണ്. 20% നഷ്ടം പറയുമ്പോൾ 100-ന്ന് 20 കുറയ്ക്കുക, 80. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു ടൈപ്പ് എഴുതുക, കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 80% പറയുമ്പോൾ 80/100, 20% പറയുമ്പോൾ 20/100, അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതി. ഇതെന്ത് തന്നെയാണ്, ഇതാണ് 450 രൂപ. കോസ്റ്റ് പ്രൈസിൻ്റെ 80% 450, കോസ്റ്റ് പ്രൈസിൻ്റെ 80/100 ആണ് 450. എല്ലാം സെയിം ആണ്. അപ്പം ഇനി കോസ്റ്റ് പ്രൈസ് ഒറ്റയ്ക്കാക്കുക. കോസ്റ്റ് പ്രൈസ് = 450 ഈ /100 അങ്ങോട്ട് പോകുമ്പോൾ ×100 ആവും. ഇനി ഈ ×80 താഴേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ /80 എന്നാവും. ഇനി കോസ്റ്റ് പ്രൈസ് = ഇത് എത്ര രൂപ, 6 രൂപ, 6 8 48. അപ്പോൾ 6 × 100 കോസ്റ്റ് പ്രൈസ് = 600 എന്ന് വന്നു. അപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടി 600 എന്ന്. ഇനി ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, 20% ലാഭം ഉണ്ടാക്കാൻ എത്ര നിൽക്കണം. ഞാൻ പറഞ്ഞു 20%, ഇത് 20% ലോസാണ്, ഇത് 20% പ്രോഫിറ്റിന് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 20% പ്രോഫിറ്റ് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 120%. ഞാൻ നേരത്തെ പറഞ്ഞു 120/100 ആണ്. അങ്ങനെയാണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടുക, പ്രോഫിറ്റ് ആണെങ്കിൽ. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും, കോസ്റ്റ് പ്രൈസ് എന്താ 600 × 120/100. ഈ 0 കട്ടേക്കാം. ഇനി ഇതെന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 720 rupees എന്ന് വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. താങ്ക് യു.